സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 8ാമത്തെ മാസത്തിൽ വയറിനകത്തുള്ള കുടൽ മുതലായ ഓരോ അവയവങ്ങളായി രൂപപ്പെടും എന്നാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. ഇനി 9ാം മാസം മുതൽ എന്ത് സംഭവിക്കും? 9ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 9ാം മാസേ വളരും ദിനം പ്രതി 9ാമത്തെ മാസത്തിൽ, ഗർഭവാസത്തിന്റെ 9ാമത്തെ മാസത്തിൽ ഓരോ ദിവസവും കരചരണാദികൾക്കും കമ്പം വരും. കൈകാലുകൾ അനങ്ങാൻ തുടങ്ങും. നേരത്തെ കരചരണങ്ങൾ രൂപപ്പെടുകയാണ് ചെയ്തത്. ആ കരചരണങ്ങളെ ചെറുതായിട്ട് അനക്കാൻ തുടങ്ങുന്നു ഈ ഗർഭസ്ഥ ശിശു. ആ ചലനങ്ങൾ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് വ്യക്തമായി അറിയാൻ പറ്റും. തന്റെ ഉദരത്തിന്റെ ഉള്ളിൽ ഒരു ജീവൻ ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ചലനം മാതാവായിട്ടില്ല, പ്രസവത്തിന് ശേഷം മാത്രമേ മാതാവാകൂ. എന്നാലും മാതാവാകാൻ പോകുന്ന സ്ത്രീക്ക് വ്യക്തമായി ആ ഗർഭസ്ഥ ശിശുവിന്റെ ചലനങ്ങൾ ഈ 9ാം മാസം മുതൽ അറിയാൻ കഴിയും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരൂ മഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽപരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ. 5ാമത്തെ മാസമാണ് ചൈതന്യം ആ ഗർഭസ്ഥ ശിശുവിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത്. ചൈതന്യം, അറിവ്, അനുഭവം, ആ ശരീരവുമായി ഒരു താദാത്മ്യം ശരിക്കും ജീവന് സംഭവിക്കുന്നത് 5ാം മാസത്തിലാണ്. അങ്ങനെ ചൈതന്യത്തോട് കൂടിയവനായി തീരുന്നു 5ാം മാസത്തിൽ ജീവൻ. അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. 5ാം മാസം മുതൽ ഈ ജീവൻ ക്രമമായി ദിനം പ്രതി നാഭിസൂത്രാൽപരന്ത്രേണ മാതാവിനാൽ പൊക്കിൾ കൊടി വഴി അമ്മ കഴിക്കുന്ന ആഹാരത്തിന്റെ പോഷകാംശങ്ങൾ കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ തുടങ്ങുന്നു. നാഭിസൂത്രം എന്ന് പറഞ്ഞാൽ പൊക്കിൾ കൊടി. ആ പൊക്കിൾ കൊടി കുഞ്ഞിന്റെ പൊക്കിളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ പൊക്കിൾ കൊടിയിലൂടെ, ഇംഗ്ലീഷിൽ അതിന് പ്ലാസന്റ എന്നാണ് പറയുന്നത്, ആ പ്ലാസന്റയിലൂടെ അമ്മ കഴിച്ച ആഹാരങ്ങളുടെ രസം എന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ കുഞ്ഞിന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ തുടങ്ങും. നാഭിസൂത്രാൽപരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്ന രസത്തിനാൽ അമ്മ കഴിക്കുന്ന ഖരവും ദ്രവവുമായ പദാർത്ഥങ്ങളുടെ സാരം കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഗർഭം പതുക്കെ പതുക്കെ വളരുന്നു. വർദ്ധതേ ഗർഭഗമായ പിണ്ഡം മുഹുർ മൃത്യുവരാനിജ കർമ്മബലത്തിനാൽ. പക്ഷേ ഇവിടെയൊക്കെ ആ കുഞ്ഞ് മരിച്ചു പോകാനുള്ള സർവ്വസാധ്യതകളുമുണ്ട്. ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മാംസപിണ്ഡം മാത്രമാണ് ആ സമയത്തിൽ ആ കുഞ്ഞ്. വയറിനകത്തുള്ള അതികഠിനമായ ചൂടിൽ കഴിയുകയാണ്. ഒരു ഇരുട്ടറയിലാണ് ഈ ഗർഭസ്ഥ ശിശു സ്ഥിതി ചെയ്യുന്നത്. ആ കുഞ്ഞ് എന്തുകൊണ്ട് ഗർഭകോശത്തിൽ മരിച്ചു പോകുന്നില്ല എന്ന് ചോദിച്ചാൽ കർമ്മഫലം കൊണ്ട്. കാരണം അവിടെ വെച്ച് അതങ്ങ് മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ ജനിച്ച് പലതരത്തിലുള്ള ദുഃഖങ്ങൾ എങ്ങനെ അനുഭവിക്കാൻ കഴിയും? അതുകൊണ്ട് ആ ഗർഭസ്ഥ ശിശുവിനെ ഈശ്വരൻ സംരക്ഷിച്ചു നിർത്തുന്നു. താതൻ വളർത്തവനാണ് ഈ ഞാൻ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്. അമ്മയല്ല എന്നെ വളർത്തിയത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ നശിച്ചു പോകാതെ എന്നെ സംരക്ഷിച്ച് നിർത്തിയത് അല്ലയോ ഭഗവാനെ, ഈ അച്ഛൻ വളർത്തിയ മകനാണ് ഞാൻ എന്നാണ് പിണ്ടനന്ദി എന്ന തന്റെ കൃതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്. താതൻ വളർത്തിയവനാണ് ഞാൻ. മൃത്യുവരാ നിജകർമ്മബലത്തിനാൽ. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ സ്വാധീനം കൊണ്ട് പലതും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഗർഭകോശത്തിൽ വെച്ച് മരിച്ചുപോയാൽ പറ്റില്ല. പൂർണ്ണ വളർച്ചയെത്തി പ്രസവത്തിലൂടെ പുറത്തു വരണം, പിന്നെ വളരണം, ഓടിച്ചാടി നടക്കണം, എന്തൊക്കെയാണ് ഇനി കാണിച്ചു കൂട്ടാനുള്ളത്. അങ്ങനെയൊക്കെ പ്രാരബ്ധമുള്ളപ്പോ ഗർഭകോശത്തിൽ ആ ജീവൻ മരിച്ചു പോവില്ല. അതാണ് മൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ.
എന്ന് പറഞ്ഞിരിക്കുന്നത്. പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ച് ദുഃഖിച്ചു ജാഠര വന്യപ്രദപ്തനായി തത്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. ഈ 5-ാം മാസം ജീവന് ആ ശരീരവുമായി ഒരു താതാത്മ്യം ലഭിക്കുന്നു. അതിനു മുമ്പ് ഒരു അവ്യക്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോ താൻ എവിടെയോ കിടക്കുകയാണ്. ഏതോ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കിടക്കുന്നത് പോലെ ജീവൻ അനുഭവിച്ചു തുടങ്ങുന്നു. ആ വേളയിൽ ഈ ജീവന് എന്തൊക്കെയാണ് അനുഭവം എന്ന് ചോദിച്ചാൽ, പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ച് തന്റെ പൂർവജന്മ സ്മൃതി ഈ ജീവന് ഉണ്ടാകുന്നു. താൻ എന്തൊക്കെയാണ് ആഗ്രഹിച്ച് ഓരോന്ന് കഴിഞ്ഞ ജന്മങ്ങളിൽ അല്ലെങ്കിൽ പൂർവജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയത്, അതെല്ലാം ജീവന്റെ സ്മൃതിപഥത്തിൽ വ്യക്തമായി തെളിഞ്ഞു വരും. സർവകാലം നിരൂപിച്ച് അതെല്ലാം ഇങ്ങനെ ഓർത്തോർത്ത് ഗർഭകോശത്തിൽ കിടക്കും ആ ശിശു. എന്നിട്ട് എന്താ, ഓരോ ജന്മവും ഞാൻ പാഴാക്കി കളഞ്ഞുവല്ലോ. ആത്മതത്വത്തെ അറിയാതെ, ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കാതെ, മോഹബദ്ധനായി ദേഹവും ദൈഹിക സുഖങ്ങളും പ്രധാനപ്പെട്ടവയായി കരുതി ഇന്ദ്രിയ സുഖങ്ങളിൽ മോഹിച്ച് ഞാൻ എന്റെ എത്ര ജന്മങ്ങൾ പാഴാക്കി കളഞ്ഞു എന്ന് ദുഃഖിച്ചുകൊണ്ട് കഴിയും ആ ജീവൻ. ദുഃഖിച്ചു ജാഠര വന്യപ്രദപ്തനായി, ഉള്ളിൽ നീറുന്ന ദുഃഖം. പുറമെ മാതാവിന്റെ ഗർഭകോശത്തിലാണല്ലോ കിടക്കുന്നത്. ആ വയറിന്റെ ഉള്ളിലുള്ള ചൂട് കൊണ്ട് വല്ലാതെ ദുഃഖിതനായി തീരുന്നു ഈ ജീവൻ. തത്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. ഓരോ ജന്മത്തിലും താൻ എന്തൊക്കെയാണ് അനുഭവിച്ചത്, എന്തൊക്കെയാണ് ചെയ്തത്, ചെയ്യാൻ കാരണമെന്ത്, ഇതൊക്കെ ഇങ്ങനെ പറയുകയില്ല, മനസ്സിൽ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് ഈ ജീവൻ. ആ ജീവൻ എല്ലാം സർവേശ്വരനോട് ഉണർത്തിക്കുകയാണ് ചെയ്യുന്നത്. ജീവന്റെ ചിന്തയാണ് ഇനി പറയുന്നത്. 10,100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം, പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞത്. 10,100,000 യോനികളിൽ എന്ന് പറഞ്ഞാൽ അസംഖ്യം ജന്മങ്ങൾ ഞാൻ എടുത്തു. ആ ജന്മങ്ങൾ ഓരോന്നിലും ഓരോ ശരീരവും എനിക്ക് ലഭിച്ചു. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എത്രയെത്ര കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൂട്ടി. ആ ഓരോ ജന്മത്തിലും എനിക്ക് പുത്രന്മാരും ഭാര്യയും പണവും ബന്ധുക്കളും എല്ലാം ഉണ്ടായിരുന്നു. ഇവകളോടൊത്താണ് ഞാൻ ഓരോ ജന്മവും തള്ളി നീക്കിയത്. എത്ര 100,000 കോടി കഴിഞ്ഞത്, എത്ര ജന്മങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ഒരു നിശ്ചയവുമില്ല. കോടിക്കണക്കിന് ജന്മങ്ങൾ ഞാൻ ജനിച്ച് മരിച്ചു. അവിടെയൊക്കെ എന്താ ചെയ്തത്? നിത്യ കുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമായി ആർജിച്ചിതൻവഹം വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേരി ജപിച്ചീലൊരിക്കലും. ഇങ്ങനെ ഒന്നും ഞാൻ ചെയ്തില്ല എന്റെ ഭഗവാനെ. എന്റെ ശ്രദ്ധ മുഴുവൻ കുടുംബ ഭരണത്തിലായിരുന്നു. ഭാര്യാകുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, മകളുടെ വിവാഹം, ഇങ്ങനെ കഴിഞ്ഞുപോയി. നിത്യ കുടുംബ ഭരണൈകസക്തനായി, കുടുംബ ഭരണത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നവനായി ഞാൻ ഓരോ ജന്മത്തിലും കഴിഞ്ഞുകൂടി. കുടുംബത്തെ പോഷിപ്പിക്കാനായി പണത്തിന്റെ ആവശ്യമുണ്ട്. ആ പണം എനിക്ക് മതിയാകാതെ വരും, തികയില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യും? അധാർമികമായ മാർഗങ്ങളിലൂടെ പണം ഉണ്ടാക്കും. കൈക്കൂലി, മോഷണം, ഇങ്ങനെ പലതരത്തിലും ദുർമാർഗങ്ങളിലൂടെ ഞാൻ പണം സമ്പാദിച്ചു. വിത്തമന്യായമായ ആർജിച്ചിതൻവഹം. ദിവസേന കിമ്പളവും കള്ളപ്പണവും ഒക്കെയായി. കള്ളപ്പണം എന്ന് പറഞ്ഞാൽ അനധികൃതമായ സമ്പാദ്യം, മറ്റുള്ളവരെ ഞെക്കിപ്പിഴിഞ്ഞ് സമ്പാദിക്കുന്ന പൈസ. ചെറിയ ഓരോ സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ പാവങ്ങളുടെ കയ്യിൽ നിന്നും പൈസ അമിതമായി ഈടാക്കുക. തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാർ അല്ലെങ്കിൽ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ ശമ്പളം നൽകുന്നുണ്ട്. പക്ഷെ അത് പോരാതെ, കാരണം ആവശ്യങ്ങൾ ഏറെയാണ്. ആ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനായി പാവങ്ങളെ പിഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും അന്യായമായി പണം സമ്പാദിച്ചു ഞാൻ ഓരോ ദിവസവും. വിത്തമന്യായമാർജിച്ചിതൻവഹം. കുടുംബപോഷണത്തിലും കാശുണ്ടാക്കുന്നതിലും ശ്രദ്ധ വ്യതിചലിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല? വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. വിഷ്ണുവിനെ സ്മരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല.
കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും, ഒരിക്കൽ പോലും ഭഗവാൻ കൃഷ്ണന്റെ അല്ലെങ്കിൽ ഈശ്വര നാമം ജപിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. തത്ഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ആ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെയൊക്കെ ഫലം എല്ലാം ഞാനിപ്പോ ഒരുമിച്ച് അനുഭവിക്കുന്നു. എങ്ങനെയാ അനുഭവിക്കുന്നത്? ഗർഭപാത്രത്തിൽ കിടന്ന് ഇപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ഈ ഗർഭകോശത്തിൽ കിടന്ന് ഞാൻ പലതരത്തിലുള്ള ദുഃഖങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ സ്വയം കടിച്ചമർത്തുന്നു. ജീവന്റെ വിലാപമാണ്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വിലപിച്ചവരാണ്. പക്ഷേ എല്ലാം മറന്നുപോയി. ജനിച്ചു വീഴുന്നതോടുകൂടെ ഈ കരഞ്ഞതും പണ്ട് ചെയ്തു കൂട്ടിയ പാപങ്ങളും ജന്മ കർമ്മങ്ങളും എല്ലാം നമുക്ക് ഓർമ്മിക്കാൻ പറ്റാത്ത രീതിയിൽ മായ മറച്ചു കളഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യുക? ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സത്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. ഈ ഗർഭകോശത്തിൽ കിടക്കുന്ന ആ ജീവൻ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്, ചില വ്രതങ്ങൾ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇനി ഞാൻ എന്റെ ജന്മത്തെ പാഴാക്കില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പലതരം ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കൈകാലുകളെ ഒന്ന് നിവർത്താൻ പോലും ശക്തിയില്ലാതെ കിടക്കുന്നുണ്ടല്ലോ. ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ഈ ഗർഭപാത്രത്തിൽ നിന്ന് എപ്പോഴാണ് ഞാനൊന്ന് പുറത്തു കടക്കുക? എനിക്ക് എന്റെ കൈകാലുകളെ ഒന്ന് നിവർത്തി സ്വതന്ത്രമായി സഞ്ചരിക്കാനോ നിവർത്ത് കിടക്കാൻ പോലും എനിക്കിപ്പോ പറ്റുന്നില്ലല്ലോ. ഈ ഇടുങ്ങിയ ഗർഭകോശത്തിൽ എപ്പോഴാണ് ഞാൻ ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരിക? ഭഗവാനെ, ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഞാനൊരു സത്യം ചെയ്തു തരുന്നു അങ്ങേക്ക്. ഇനി ഞാൻ പണ്ടത്തെ പോലെ പാപകർമ്മങ്ങളൊന്നും ചെയ്യില്ല, ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാനിനി ഒരു ദുഷ്കർമ്മവും ചെയ്യില്ല, സത്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. ഇനി ഞാൻ പുണ്യകർമ്മങ്ങൾ മാത്രമേ ചെയ്യൂ. എന്നെ എത്രയും പെട്ടെന്ന് ഈ ഗർഭകോശത്തിൽ നിന്ന് അങ്ങൊന്ന് പുറത്താക്കി തരണമേ എന്നാണ് ജീവൻ അതിദയനീയമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. നാരായണന് അല്ലാതെ മറ്റാരെയും ഞാൻ പൂജിക്കുകയില്ല. അല്ലയോ ഗുരുവായൂരപ്പ, ജഗന്നാഥ, നാരായണ, നീ എന്നെ ഈ ദുരവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷിക്കുമോ? ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാത്. ഇങ്ങനെ പലതരത്തിലും ചിന്തിച്ച് ദുഃഖിച്ച് ഇനി താൻ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യില്ല, ഈശ്വര ഭജനം ചെയ്തുകൊണ്ട് ജീവിച്ചു കൊള്ളാം എന്നൊക്കെ ദൃഢനിശ്ചയം ചെയ്ത് ജീവൻ ഭഗവാന് ഭക്തിയോടുകൂടെ സ്തുതിക്കുന്നു. 10 മാസം തികയും വിധൗ ഭൂതലെ. അങ്ങനെ ഈ ഗർഭകോശത്തിൽ ഭഗവത് സ്മരണയുമായി കഴിയുന്ന ആ ജീവൻ 10 മാസം തികയുമ്പോൾ ചിത്തതാപേന പിറക്കും വിധിവശാ, വളരെ പ്രയാസങ്ങൾ, കഷ്ടം അനുഭവിച്ച് പുറത്തേക്ക് വരുന്നു. എങ്ങനെയാ ഈ ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരുന്നത്? സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഡാൻവിധം പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. സൂതിവാദം എന്ന് പറഞ്ഞാൽ സൂതിക എന്നൊരു വായു ഉണ്ട്. ഈ വായുവിന്റെ പ്രഷർ കൊണ്ടാണ് ഗർഭസ്ഥ ശിശു ആ ഗർഭകോശത്തിൽ നിന്ന് ഇളകി യോനിദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. സൂതികാവാദം, അത് തന്നെയാണ് സൂതിവാദം. സൂതിക എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട വായുവിന്റെ ശക്തി കൊണ്ട് ജീവനും ജാതനാം, ഈ ജീവൻ ജനിക്കുന്നു. എങ്ങനെയാ? ഇടുങ്ങിയ ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് ഞെങ്ങിയാണ് വരുന്നത്. യോനിരന്ധ്രേണ പീഡാൻവിധം, യോനിരന്ധ്രത്തിലൂടെ വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി പുറത്തേക്ക് വരുന്നു. അതൊക്കെ അതികഠിനമായ വേദന ഉണ്ടാക്കുന്നു ശിശുവിനും അതുപോലെ മാതാവിനും. പ്രസവ വേദന ഈ കുഞ്ഞ് ഇങ്ങനെ ഞെരുങ്ങി പുറത്തേക്ക് വരുമ്പോഴാണ്
ഓരോ സ്ത്രീയും അനുഭവിക്കുന്നത്. ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. അച്ഛനും അമ്മയും ഒക്കെ ഈ കുട്ടിയെ സംരക്ഷിക്കാനും വളർത്താനും ഒക്കെ ഉണ്ടെങ്കിലും ആ ബാല്യാവസ്ഥയിൽ ജീവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ കുറിച്ച് എന്തു പറയാൻ? എന്തെല്ലാം രോഗങ്ങൾ, അപകടങ്ങൾ. അവിവേകിയാണല്ലോ ശിശു. ഏതൊക്കെ തനിക്ക് ആപത്തുണ്ടാക്കി തീർക്കും, ഏതാണ് നല്ലത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇതൊന്നും അറിയില്ല. ഇങ്ങനെ അവിവേകിയായി ബാല്യാവസ്ഥയിൽ ജീവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ കുറിച്ച് എന്തു പറയാൻ? ഇനി ആ ബാല്യം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നാലോ? യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളം ഏതും പൊറാ സഖേ. ആരാ ഇതൊക്കെ പറയുന്നത്? നിശാകര താപസൻ സമ്പാദിയോട് പറയുകയാണ്. സന്ദർഭം മറന്നുപോകണ്ട. യൗവനത്തിലായാൽ എതിർലിംഗത്തോടുള്ള ആകർഷണം, സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും. അപ്പൊ അവിടെയും പലതരം പ്രശ്നങ്ങളുണ്ട്. പ്രേമനൈരാശ്യം. തന്നെ കെട്ടിക്കോളാം എന്ന് പറഞ്ഞ പുരുഷൻ വേറൊരു സ്ത്രീയുടെ പുറകെ പോയി അവളെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു. ഒരുപാട് പ്രതീക്ഷിച്ചു കഴിഞ്ഞതാണ് ഈ പെൺകുട്ടി. ഒക്കെ തകർന്ന് തരിപ്പണമായില്ലേ? ഇതുപോലെ പുരുഷന്മാരെ പറ്റിച്ച് കടന്നു കളയുന്ന സ്ത്രീകളും ഒട്ടും കുറവല്ല. ഇങ്ങനെ പലതരത്തിലുള്ള പറ്റിക്കലിലും ചെന്നുപെട്ട് പലതരത്തിലും പലരാലും കബളിപ്പിക്കപ്പെട്ട് യൗവനവും ദുഃഖപൂർണമായി തന്നെ കടന്നുപോകുന്നു. പിന്നെ വാർദ്ധക്യമായാൽ പറയണ്ട. എണീക്കാൻ വയ്യ, സന്ധിവേദന, അവിടെ വേദന, ഇവിടെ വേദന, കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, കഴിച്ച ആഹാരം നേരെ ദഹിക്കുന്നില്ല, ഷുഗർ, പ്രഷർ, ഇങ്ങനെയുള്ള മറ്റ് അസുഖങ്ങൾ. പിന്നെ താഴെ വീണ് എല്ലുകളൊടിയും, ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. പലതരം ദുഃഖങ്ങളുടെ കേദാരമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും. ബാല്യത്തിലും ദുഃഖം, യൗവനത്തിലും ദുഃഖം, വാർദ്ധക്യത്തിലും ദുഃഖം. എപ്പോഴാണ് മനുഷ്യൻ സുഖം അനുഭവിക്കുന്നത്? സർവവും ഓർത്തോളം. ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഏതും പൊറാസഖേ. ഒരു ദുഃഖവും സഹിക്കാൻ പറ്റുകയില്ല. പക്ഷേ പലതരം ദുഃഖങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിന് വർണ്ണിച്ച് ഞാൻ പറയുന്നു വൃഥാബലാത്. ദേഹോഹം എന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഈ ദുഃഖങ്ങളൊക്കെ നീയും അനുഭവിച്ചിട്ടുള്ളതാണ്. താപസനായ ഞാനും ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ സ്വയം അനുഭവിച്ചിട്ടുള്ള ഈ ദുഃഖങ്ങളുടെ കഥ ഞാൻ എന്തിനാണ് നിന്നെ പറഞ്ഞു കൽപ്പിക്കുന്നത്? എന്തിനാണ് ഞാൻ അത് വർണ്ണിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ദേഹോഹം എന്നുള്ള ഭാവനയാ ഞാൻ ശരീരമാണ് എന്ന തെറ്റിദ്ധാരണ കൊണ്ട് മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്ന് ലക്ഷ്മണോപദേശത്തിൽ ശ്രീരാമസ്വാമി പറയുന്നുണ്ട്. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, ബന്ധു വെണ്ണീറായി ചമഞ്ഞിടിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ലക്ഷ്മണോപദേശം തന്നെയാണത്. ആ ലക്ഷ്മണോപദേശത്തിൽ ഇതേ കാര്യം ശ്രീരാമസ്വാമി അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞു കൽപ്പിക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും മൂലകാരണം ഞാൻ ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ആ മഹാമോഹത്തിന് വിധേയനായി സുഖദുഃഖങ്ങളെ ജീവൻ ഓരോ ജന്മത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവ നാശവും ദേഹമൂലം സഖേ. ഗർഭവാസാദി ദുഃഖങ്ങൾ, ഒരു ഗർഭത്തിൽ കഴിയുക, അവിടെ പലതരം ദുഃഖങ്ങളും അനുഭവിക്കുക. ജന്തുവർഗ ഉദ്ഭവ നാശവും, ജീവികളൊക്കെ ഉദ്ഭവിക്കുന്നതും നശിക്കുന്നതുമൊക്കെ ദേഹം കാരണമായിട്ടാണ്. ദേഹം ഉണ്ടാവുന്നത് ജനനം, ദേഹം നശിക്കുന്നത് മരണം. ഇതിന്റെ ഇടയ്ക്ക് ദുഃഖങ്ങളാണ് കൂടുതൽ. സുഖങ്ങളെക്കാളും കൂടുതൽ ദുഃഖങ്ങളാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. മനുഷ്യനല്ല, ഏത് ജീവിയും. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവ നാശവും ദേഹമൂലം സഖേ. അല്ലയോ കൂട്ടുകാരാ, ശരീരം കാരണമായിട്ടാണ് ഗർഭവാസാദി ദുഃഖങ്ങളും ജനന മരണങ്ങളും എല്ലാം ജീവൻ അനുഭവിക്കുന്നത്. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാത്പരം മേലേ ഇരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകൻ ആത്മജ്ഞാനിയായി വാഴുക നീ. അതുകൊണ്ട് കൂട്ടുകാരാ, സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാത് പരം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, ഇങ്ങനെ രണ്ട് ശരീരങ്ങൾ ഓരോ ജീവനുമുണ്ട്. ആ രണ്ട് ശരീരങ്ങൾക്കും അപ്പുറത്ത് നിലകൊള്ളുന്നതാണ് പരമാത്മാവ്. ആ പരമാത്മാവാണ് ജീവന്റെ യഥാർത്ഥ സ്വരൂപം. മേലെ ഇരിപ്പത് ആത്മാ പരൻ കേവലൻ.
ആ പരമാത്മാവ് ദേഹസംബന്ധമില്ലാത്തതാണ്. ദേഹം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കൊക്കെ അതീതനായി കഴിയുന്ന ആ പരമപുരുഷൻ കേവലമായ പരമാത്മാവാണ്. അദ്ദേഹത്തെ എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചാൽ, ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച് ദേഹം മുതലായ വസ്തുക്കളിൽ, ദേഹം, പണം, വീട്, ഭാര്യ, കുട്ടികൾ, നിലം, പുരയിടം, വാഹനങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ഇങ്ങനെ വിലപിടിപ്പുള്ളതും ഇല്ലാത്തതുമായ സർവ്വതിലും നമുക്ക് മമതയുണ്ട്. ആ മമതയെ ഉപേക്ഷിച്ചാൽ മോഹം അകന്നു എന്ന് തീരുമാനിക്കാം. മോഹമകന്നാലോ ആത്മജ്ഞാനിയായി. മോഹത്തോടുകൂടെ കഴിയുന്നതാണ് അജ്ഞാനം. അതാണ് ആത്മജ്ഞാനം ഇല്ലാത്ത നില. മമത ഉള്ളിൽ നിന്ന് നഷ്ടമാകുന്നതോടുകൂടെ മോഹമില്ലാതാകും. മോഹമകന്നാൽ ആത്മജ്ഞാനിയായി തീരും. അങ്ങനെ ആത്മജ്ഞാനിയായി വാഴുക നീ, അല്ലയോ ഗൃധ്രരാജ, കഴുകന്മാരിൽ ശ്രേഷ്ഠനായ സമ്പാദി, നീ ആത്മജ്ഞാനിയായി വാഴുക. അതാണല്ലോ സമ്പാദിയുടെ ചോദ്യവും. എന്താ ചോദിച്ചത്? ജീവനത്തെ ധരിക്കേണ്ടും ഉപായം ഇന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ. ഇതാണ് സമ്പാദി ആവശ്യപ്പെട്ടത് നിശാകര താപസനോട്. ഞാനിനി എങ്ങനെ ജീവിക്കും? എന്റെ 2 ചിറകുകളും കത്തിക്കരിഞ്ഞു പോയിരിക്കുന്നു. പക്ഷിവംശത്തിൽ ജനിച്ച ഞാനിനി എങ്ങനെയാണ് ജീവിക്കുക? അതിനുള്ള മറുപടിയാണ് നിശാകര താപസൻ നൽകുന്നത്. മോഹത്തെ ഉപേക്ഷിക്കൂ, അല്ലയോ പക്ഷിശ്രേഷ്ഠ. ദേഹത്തിൽ മമതയെ ഉപേക്ഷിക്കൂ. നീ ആത്മാവാണ്. ദേഹവുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആത്മജ്ഞാനം നേടി നീ സുഖിച്ചു കഴിയൂ. ശുദ്ധം സദാശാന്തം ആത്മാനമവ്യയം, ബുദ്ധം പരബ്രഹ്മം ആനന്ദമദ്വയം, സത്യം സനാതനം നിത്യം നിരൂപമം, തത്വമേകം പരം നിർഗുണം നിഷ്കളം, സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം, മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും, പ്രാരബ്ധകർമ്മ വേഗ അനുരൂപം ഭുവി പാരമാർത്ഥാത്മന വാഴുക നീ സഖേ. ഈ ആത്മതത്വത്തെ നീ വേണ്ടവണ്ണം മനസ്സിലാക്കൂ. ശുദ്ധം സദാ ശാന്തം ആത്മാനമവ്യയം. ശുദ്ധമാണ് ഈ ആത്മതത്വം. എപ്പോഴും ശാന്തമായി നിലകൊള്ളുന്നതാണ്. യാതൊരു തരത്തിലുള്ള നാശമോ ക്ഷീണമോ ഈ ആത്മാവിനെ ബാധിക്കുന്നില്ല. ബുദ്ധം ജ്ഞാനസ്വരൂപമാണത്. പരബ്രഹ്മം ആനന്ദം അദ്വയം. രണ്ടില്ലാത്ത പരമാത്മതത്വമാണ്, പരബ്രഹ്മതത്വമാണ് വാസ്തവത്തിൽ ഓരോ ജീവനും. ആ ആത്മാവിന്റെ സ്വരൂപം ആനന്ദമാണ്. സത്യം സനാതനം നിത്യം നിരൂപമം. അത് നാശമില്ലാത്തതാണ്. ഒരു തരത്തിലുള്ള വ്യയവും ഈ ആത്മാവിന് സംഭവിക്കുന്നില്ല. ശരീരങ്ങൾ എത്ര വന്നുപോയാലും ചൈതന്യം അതുകൊണ്ടൊന്നും ബാധിക്കപ്പെടുന്നില്ല. എന്നും നിലനിൽക്കുന്നതാണ് ആത്മസ്വഭാവം, നിരുപമം. ഇതുപോലെ മറ്റൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ആത്മാവ് അദ്വയമാണ്, ഉപമകൾ ഇല്ലാത്തതാണത്. തത്വമേകം പരം നിർഗുണം നിഷ്കളം. ഏകമായ തത്വമാണ്. പ്രപഞ്ചത്തെ അതിവർത്തിച്ചു നിൽക്കുന്ന സത്യസ്വരൂപമാണ് ഈ ബ്രഹ്മം. അതിന് പ്രകൃതി ഗുണങ്ങളാൽ ബാധയുണ്ടാകുന്നില്ല. ഒരു കളങ്കവും ഏശാത്തതാണത്. സച്ചിന്മയം സകലാത്മകം ഈശ്വരം. സച്ചിദാനന്ദ സ്വരൂപമാണ്. സകല ശരീരങ്ങളിലും ഞാൻ എന്ന് പ്രകാശിച്ചു നിൽക്കുന്നതാണ് ഈ ആത്മതത്വം. അത് തന്നെയാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരതത്വവും. അച്യുതം സർവ ജഗന്മയം ശാശ്വതം. തന്റെ സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും വീഴാത്തതാണ് ഈ പരമാത്മാവിന്റെ സ്വഭാവം. സകലാത്മകമാണ്. പ്രപഞ്ചത്തിലെ ഓരോ മണൽത്തരിയും ആയി തീർന്നിരിക്കുന്നത് ഈ പരമാത്മതത്വമാണ്. ഇത് തന്നെയാണ് ഈശ്വരൻ. അച്യുതനാണ് ഇദ്ദേഹം. സർവ ജഗത്തും തന്റെ ശരീരമായി സ്വീകരിച്ചവനാണ്. അദ്ദേഹത്തിന് പ്രത്യേകം ഒരു ശരീരമില്ല. പ്രപഞ്ചത്തിൽ ആസകലം വ്യാപിച്ചു നിൽക്കുന്ന ശാശ്വത തത്വമാണ് ഈ ആത്മാവ്. മായാ വിനിർമുക്തമെന്നറിയുന്നേരം ഈ ആത്മാവിനെ മായ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അങ്ങനെ മായയാൽ ബാധിക്കപ്പെടാത്ത ശുദ്ധ ചൈതന്യമാണ് ഞാൻ എന്നുള്ള അറിവ് നേടുമ്പോൾ മായാ വിമോഹം അകലും എല്ലാവനും, സകലരുടെയും. അയാൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ സ്ത്രീയോ പുരുഷനോ നപുംസകമോ ആരോ ആയിക്കോട്ടെ, ഈ സത്യം ആരാണോ ഉൾക്കൊള്ളുന്നത് അവൻ മായയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടും. മായാ വിമോഹം അവനിൽ നിന്ന് അകലും. ആ വ്യക്തി ആരോ ആയിക്കോട്ടെ.
പ്രാരബ്ധകർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്ഥാത്മന വാഴുക നീ സഖേ. പ്രാരബ്ധകർമ്മം തീരുന്നത് വരെ ഈ ശരീരം ഭൂമുഖത്തിൽ നിലനിന്നേ പറ്റൂ. അതുകൊണ്ട് ആത്മഹത്യക്കൊന്നും എന്റെ പൊന്നോ പക്ഷിശ്രേഷ്ഠ നീ ശ്രമിക്കരുത്. ഈ ശരീരം എത്ര കാലം നിലനിൽക്കാൻ ഈശ്വരൻ വിധിച്ചിരിക്കുന്നുവോ അത്രയും കാലം ഇത് ഈ ഭൂമുഖത്തുണ്ടാവും. പക്ഷേ ഇത് ഞാനല്ല, ഇത് എന്റേതല്ല, ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സ്വയം ഈ ശരീരത്തിൽ നിന്ന് ഞാൻ മുക്തനാണ് എന്ന് നിരന്തരം ചിന്തിച്ച് തന്റെ ആത്മസ്വരൂപത്തെ ഭാവന ചെയ്ത് ഇവിടെ ജീവിച്ചോളൂ. പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി. താൻ എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഒന്നും പദ്ധതികൾ ആസൂത്രണം ചെയ്യണ്ട. നമ്മുടെ ശരീരം എന്ത് ചെയ്യാൻ ആണോ ഈ ഭൂമുഖത്ത് വന്നത് ആ കർമ്മങ്ങൾ പ്രകൃതി ആ ശരീരത്തെ കൊണ്ട് ചെയ്യിച്ചുകൊള്ളും. നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പ്രാരബ്ധ കർമ്മവേഗം കൊണ്ട് കർമ്മങ്ങളൊക്കെ നല്ലതുപോലെ നടന്നോളും. നീ എന്താ ചെയ്യേണ്ടത്? പാരമാർത്ഥാത്മന വാഴുക നീ സഖേ. നീ ആ പരമാർത്ഥ തത്വമായ ബ്രഹ്മമാണ്, പരമാത്മാവാണ്. നീ ശുദ്ധബോധമാണ് നിന്റെ സ്വരൂപം. ഞാൻ അതാണ് എന്ന് നിരന്തരം ഭാവന ചെയ്തുകൊണ്ട് നീ പ്രാരബ്ധം തീരുന്നത് വരെ ഈ കത്തിക്കരിഞ്ഞ ചിറകുകളോടുകൂടി തന്നെ സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നാണ് നിശാകര താപസൻ സമ്പാദിയെ ഉപദേശിക്കുന്നത്. ഇങ്ങനെ വേണം നീ ജീവിക്കാൻ. പക്ഷികൾക്ക് മാത്രമല്ല ഈ ഉപദേശം, പക്ഷികൾക്ക് പോലും ഈ ഉപദേശമാണ് തപസ്വികൾക്ക് നൽകാനുള്ളതെങ്കിൽ നമ്മെ പോലെ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യർക്ക് എന്തുകൊണ്ടും യോജിച്ചതാണ് ഇത്തരം ഉപദേശങ്ങൾ. അതുകൊണ്ട് നമ്മളും ഞാൻ ആത്മാവാണ് എന്നുള്ള നിരന്തര ഭാവനയിലൂടെ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷങ്ങളെയും ഭേദചിന്തകളെയും ദേഹാത്മഭാവത്തെയും പരിത്യജിച്ച് താൻ ആത്മാവാണ്, ശരീരവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ശരീരം നിൽക്കുന്നിടത്തോളം നിൽക്കട്ടെ അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ, ഞാൻ ശരീരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരുവനല്ല, ഞാൻ എന്നും നിലനിൽക്കുന്ന ആത്മാവാണ് എന്ന അറിവോടുകൂടി ജ്ഞാനത്തോടുകൂടി ഈ ഭൂമുഖത്തിൽ നാം ഏവരും വാഴണം എന്നാണ് ശാസ്ത്രങ്ങൾക്കും വേദാന്തത്തിനും പറയാനുള്ളത്. അങ്ങനെ സമ്പാദിക്ക് നിശാകര താപസൻ നൽകിയ ഉപദേശം പരിസമാപിക്കുന്നു. ഇനി രാമനും വാനരന്മാരും സമുദ്രത്തെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന കാര്യം ആലോചിക്കുകയാണ്. ആ കഥാഭാഗങ്ങളൊക്കെ നമുക്കേവർക്കും അറിവുള്ളതാണ്. ഇപ്പൊ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് കിഷ്കിന്ധാകാന്ഡമാണ്. ഈ കിഷ്കിന്ധാകാന്ഡം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഹനുമാൻ ലങ്കയിലേക്ക് ചെന്ന് സീതാദേവിയെ കണ്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് മടങ്ങി വരാം എന്ന് രാമനോട് പറയുന്നു. അപ്പോൾ വിധിസുതൻ, വിധിസുതൻ എന്ന് പറഞ്ഞാൽ വിധി ബ്രഹ്മാവ് എന്നാണ് അർത്ഥം. വിധിസുതൻ എന്ന് പറഞ്ഞാൽ ജാമ്പവാൻ, കരടിയാണ്. ആ ജാമ്പവാനാണ് ഹനുമാന് സമുദ്രം കടന്ന് തിരിച്ചു വരാനുള്ള ശക്തിയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ച് ഹനുമാനെ ആ കൃത്യത്തിനായി പ്രേരിപ്പിക്കുന്നത്. രാമൻ തനിക്ക് തന്ന രാമന്റെ മുദ്രമോതിരം അത് കയ്യിലുള്ളപ്പോൾ ഏത് കൃത്യവും ഞാൻ ഒരു പ്രയാസവും കൂടാതെ ചെയ്തു തീർക്കും എന്ന് ആത്മവിശ്വാസത്തോടെ ഹനുമാൻ പറയുന്നു. അത് കേട്ടിട്ട് ജാമ്പവാൻ പറയുകയാണ്, ദേവിയെ കണ്ടു തിരിയെ വരിക നീ, രാവണനോടെതിർത്തിടുവാൻ പിന്നെയാം. നീ ഇപ്പൊ സീതാദേവിയെ കണ്ടിട്ട് നേരെ തിരിച്ചു പോരുക. രാവണനെ അടിച്ചു കൊല്ലാനൊന്നും നിൽക്കണ്ട. ആ കൃത്യം രാമൻ ചെയ്തോളൂ. രാമനാൽ നിഗ്രഹിക്കപ്പെടേണ്ടവനാണ് രാവണൻ. അതുകൊണ്ട് രാവണനോട് എതിർക്കാനൊന്നും അല്ലയോ മാരുതേ നീ അവിടെ നിൽക്കണ്ട. ദേവിയെ കണ്ടിട്ട് ഈ മുദ്രമോതിരം ദേവിയുടെ പക്കൽ കൊടുത്തിട്ട് നീ മടങ്ങി വരിക. നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ, വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. ദശാസ്യനെ കൊല്ലുന്നത് രാമനാണ്, രാഘവനാണ്. നിന്റെ പരാക്രമം കാണിക്കാൻ ഇനിയും സമയമുണ്ട്. ആ യുദ്ധവേളയിൽ നീ നിന്റെ കൈക്കരുത്ത് തെളിയിച്ചോളൂ. പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക, കല്യാണം ഭവിക്കതേ. പുഷ്കര മാർഗേണ പോകും, ആകാശമാർഗത്തിലൂടെ നീ യാത്ര ചെയ്യാൻ പോകുന്നു. നിനക്ക് ഒരു തരത്തിലുള്ള വിഘ്നവും മാർഗമധ്യേ വരാതിരിക്കട്ടെ
നിനക്ക് സർവ്വവിധ മംഗളങ്ങളും ഭവിക്കട്ടെ. മാരുതദേവനോമുണ്ടലികേതവ ശ്രീരാമ കാര്യാർത്ഥമായല്ലോ പോകുന്നു. നിന്നോടൊപ്പം വായുദേവനുമുണ്ട്. നീ വായുകുമാരനാണല്ലോ, അച്ഛൻ നിന്നോടൊപ്പമുണ്ട്. അതുമാത്രമല്ല, ശ്രീരാമന്റെ കാര്യത്തിനാണല്ലോ നീ പോകുന്നത്. അതുകൊണ്ട് ദേവന്മാരൊന്നും നിനക്ക് ഒരു തരത്തിലുള്ള വിഘ്നവും ഉണ്ടാക്കില്ല. അവരൊക്കെ നിനക്ക് തികച്ചും അനുകൂലരായി തന്നെ ഒപ്പമുണ്ടാവും. ആശീർവചനവും ചെയ്തു കവികുലം ആശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഇങ്ങനെ എല്ലാവരുടെയും ആശീർവാദത്തോടുകൂടി വാനരന്മാരെ എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ. ഞാൻ പോയിട്ട് എത്രയും വേഗം തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കുമായി ലങ്കയിൽ ചെന്ന് രാവണനെയും ദുഷ്ടന്മാരായ അനുചരന്മാരെയും വധിക്കാം എന്ന് തീരുമാനിച്ച് വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. നാഗാരി നാഗങ്ങളുടെ ശത്രു, സർപ്പങ്ങളുടെ ശത്രു ഗരുഡൻ. വിഷ്ണുവാഹനമായ ഗരുഡനെ പോലെ മഹേന്ദ്രാചലത്തിന്റെ മുകളിൽ വീരമാരുതി കയറി നിന്നു. യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഇതൊക്കെ ഒരു തത്തമ്മ പറയുന്നത് പോലെയാണ് ഈ കിളിപ്പാട്ട് തുഞ്ചത്താചാര്യൻ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ തത്ത ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ വളരെ സന്തോഷത്തോടുകൂടി കുറച്ചു നേരം മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാണ് കിഷ്കിന്ധാകാന്ഡം സമാപിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ രാമായണ സത്സംഗവും ഇതോടുകൂടി പര്യവസാനിക്കുന്നു. അടുത്തത് സുന്ദരകാന്ഡമാണ്. പര്യവസാനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഓൺലൈൻ സത്സംഗം പര്യവസാനിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. സത്സംഗം ഒരിക്കലും പര്യവസാനിക്കുന്നില്ല, പര്യവസാനിക്കരുത്. രാമായണ പാരായണം നിർത്തരുത്, രാമമന്ത്രജപവും നിർത്തരുത്. അത് അനുസ്യൂതമായി വർഷം മുഴുവനും സദാസമയവും നാം ഏവരും തുടരണം. അതാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം. ഈ കർക്കിടകം കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത കർക്കിടകത്തിൽ കാണാം എന്ന് മാത്രം വിചാരിക്കരുത്. രാമൻ സകല ജീവികളുടെയും അന്തരാത്മാവായി വർത്തിക്കുന്നു. അദ്ദേഹത്തെ വിട്ട് നമുക്കൊരു നിലനിൽപ്പില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണത്തിനും അദ്ദേഹത്തിന്റെ നാമ ജപത്തിനും ഒരു വിഘ്നവും ഉണ്ടാവരുത്. നിരന്തരം രാമനോട് ഭക്തി പുലർത്തുന്നവരായി, രാമനാമം ജപിക്കുന്നവരായി, രാമചരിതം പാരായണം ചെയ്യുന്നവരായി വേണം നാം അടുത്ത കർക്കിടകം വരെയും അതിനുശേഷവും നമ്മുടെ അവസാന ശ്വാസം വരെയും ഈ ഭൂമിയിൽ കഴിയാൻ. അതുകൊണ്ട് രാമനാമം ജപിക്കുക വഴി മോക്ഷത്തിൽ ചെന്നെത്താൻ ആണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതിനുള്ള ശ്രമം മോക്ഷത്തിലെത്തിയാൽ മാത്രമേ അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ശ്രീരാമപാദങ്ങളിൽ 1000 പ്രണാമങ്ങൾ ഭക്തിപൂർവം സമർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ സത്സംഗം രാമപാദങ്ങളിൽ ഒരു കാഴ്ചദ്രവ്യമായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ.